സമയം സിനിമ ചെയ്യുന്നെന്ന് പറഞ്ഞു. ആ സിനിമ നടന്നില്ല. അപ്പൊ ആ സിനിമയ്ക്കും ഇങ്ങനെ കാണുമ്പോൾ ഓൾ ദി ബെസ്റ്റ്, നന്നായി വരും. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വേറെ പരിപാടി പ്ലാൻ ചെയ്തു, അതും നടന്നില്ല. അപ്പോഴും പുള്ളി ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ കറക്റ്റ് ആയിട്ട് തിരുവനന്തപുരത്ത് വെച്ച് പുള്ളി ഇങ്ങനെ നടന്നു വരാം റെയിൽവേ സ്റ്റേഷനാണ്. ഞാൻ പുള്ളിയെ കൊണ്ട് ദൈവമേ അത് കേൾക്കുന്നുണ്ട്, കാരണം പടം നടക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഓടി ഒരു ബുക്ക് സ്റ്റോളിൽ അവിടെ ഇങ്ങനെ വയ്ക്കുക, പുള്ളി പോയിട്ട് പോകുന്നു. ഓൾ ദി ബെസ്റ്റ്. തമിഴ്നാട്ടില് റെയ്ഡുണ്ട്. എന്നോട് വന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം മാറ്റി വണ്ണത്തിൽ ചോദിച്ചു, ഇതൊട്ട് ഇരിക്കാ? ഞാൻ ഇറുക്കേ ഇറുക്കാ ഇല്ലേ 700 രൂപ സ്ഥലം. എന്റെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വനിതാ എന്നെക്കാട്ടിലധികം കൗണ്ടർ എനിക്ക് ജോണി ചേട്ടൻ എന്റെ അച്ഛനായിട്ട് അഭിനയിക്കാൻ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. കത്തിക്കുത്തും വെടിയുണ്ടയും ബോംബും ഒക്കെ എത്തുന്ന മാർക്ക് ആയെത്തിയ ഉണ്ണിമുകുന്ദൻ വീണ്ടും ഒരു ഫാമിലി ചിത്രവുമായി എത്തുന്നു. ചൂടൻ ചോദ്യങ്ങൾക്ക് അതിനേറെ ചൂടുള്ള മറുപടികൾ പറയുന്ന നിഖില വിമൽ ചേരുന്നു. കൂടെ ജോണി ആന്റണി ഉണ്ട്, ഫറാഷിബിലി ഉണ്ട്. നമസ്കാരം. നമസ്കാരം. ഒരു സമാധാനപ്രിയനായ ഉണ്ണിമുകുന്ദനെ കാണാനാവുമോ? വളരെയധികം. ഒരു ഗൈനക്കോളജി ഡോക്ടറാണ് ഉണ്ണി ഇതില്. അപ്പൊ തന്നെ അറിയാലോ, കുട്ടികളെ അമ്മമാരെയൊക്കെ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചുകൂടെ വളരെ ലോലഹൃദയരായിട്ടുള്ള ആൾക്കാർക്കേ പറ്റുള്ളൂ. അങ്ങനെ ഒരു ക്യാരക്ടർ തന്നെയാണ് ഇതിൽ ചെയ്യുന്നത്. ഈ IVF-നെ ഇതിലെങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ള വിഷയത്തിന്? എനിക്ക് തോന്നുന്നു IVF-നെ ബേസ് ചെയ്ത് കുറെ സിനിമകൾ വന്നിട്ടുണ്ട്. ആ ഒരു ഈ വിശേഷമായില്ലേ അങ്ങനത്തെ ക്വസ്റ്റ്യൻസിനൊക്കെ അഡ്രസ് ചെയ്ത് കുറെ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് പറയുന്ന പേഴ്സ്പെക്റ്റീവ് കുറച്ചും കൂടെ വ്യത്യാസമാണ്. എനിക്ക് തോന്നുന്നു ഇതുവരെ ഇങ്ങനെ ഒരു പെർസ്പെക്റ്റീവിൽ ഇത് പറഞ്ഞിട്ടുണ്ടോ? ഒരു ഡോക്ടറിന്റെ പെർസ്പെക്റ്റീവിൽ പറഞ്ഞിട്ടില്ല. IVF മാത്രമല്ല, ഹോസ്പിറ്റൽ സെറ്റപ്പുകളും ഒരു ഡോക്ടറിന്റെ പ്രശ്നങ്ങളും, ഒരു സക്സസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണേ, സക്സസ്ഫുൾ ആവാൻ ഒരു മെയിൽ ഗൈനക്കോളജി ഒരു എന്താ പറയുക സ്റ്റിഗ്മ ഉണ്ടല്ലോ അത് റിലേറ്റ് ചെയ്തിട്ട്. നമുക്ക് ഗൈനക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ അപ്പൊ ഉണ്ണി പഠിക്കുന്ന കോളേജിൽ എനിക്ക് തോന്നുന്നു ഒരേ ഒരു മെയിൽ സ്റ്റുഡന്റ് ഉണ്ണിയുടെ ക്യാരക്ടറാണ്. അപ്പൊ അത് റിലേറ്റ് ചെയ്തിട്ട് ആ ഒരു സ്റ്റിഗ്മ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, സക്സസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണം, അങ്ങനത്തെ കുറെ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. പിന്നെ കുറെ ഫാമിലീസ് ഉണ്ട് ആ ഡോക്ടറെ അടുത്തേക്ക് വരുന്നതായിട്ട്, അങ്ങനെയൊക്കെ ആയിട്ട് കുറെ ഫാമിലീസ് ഉണ്ട്. അപ്പൊ ആ ഫാമിലീസിന്റെ ഇമോഷൻസ് കൂടെയും സിനിമ പോകുന്നുണ്ട്. ഈ IVF-ഉം അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ കുട്ടികൾ പെട്ടെന്ന് വേറെ ആളുകളിൽ ഉണ്ടാവുന്നു, ഇപ്പൊ ലക്കി സ്റ്റാറിലും അങ്ങനത്തെ സിനിമകളിലൊക്കെ ദശരഥത്തിലൊക്കെ അങ്ങനത്തെ തീമുകൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടല്ലോ. ഇതിലത്തെ ഫണ്ണ് എത്ര മാത്രമുണ്ട്? ആ വിഷയം നിൽക്കുമ്പോഴും ഫണ്ണ് എത്ര മാത്രമുണ്ട്? അല്ല, ഇപ്പൊ നമ്മൾ പറയുമ്പോ ഈ പറഞ്ഞ ഇത് അനുഭവിക്കുന്നവർക്ക് മാത്രമല്ലേ ഉള്ളൂ ഇതിന്റെ ഒരു വിഷമം, കാണുന്നവർക്ക് എല്ലാം ഫണ്ണാണല്ലോ. അങ്ങനെ ഒരു സാധനം മറ്റാരെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ച ഭയങ്കര രസമാന്ന് പറയുന്ന പോലെ ഇതിനകത്ത് വിഷമം നേരിടുന്നത് ഈ ദമ്പതികളായിരിക്കും സ്വാഭാവികമായിട്ടും. കാണുന്നവർക്ക് ഇതിനകത്ത് എന്താ ഒന്നും ആവാത്ത, ആയില്ലേ, ഇനി ഇല്ലേ, അങ്ങനെയൊക്കെയുള്ള പല ചോദ്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അത് നേരിടുന്നത് വലിയ പ്രശ്നമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഡോക്ടർ ദമ്പതികളോ അല്ലെങ്കിൽ ഡോക്ടർ ഉൾപ്പെടുന്ന ഒരു കുടുംബമൊക്കെ ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളുണ്ടല്ലോ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞാൽ അത് പക്ഷേ രസകരമായിട്ട് പറഞ്ഞു പോലെ എനിക്കൊന്നും വളരെ നീറ്റായിട്ട് കഥ പറയാൻ മിടുക്കനാണ് വിനയ് ഗോവിന്ദ് എന്ന സംവിധായകൻ. ഞാനത് അദ്ദേഹമായിട്ട് ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ വളരെ കംഫർട്ട് സോണിൽ വർക്ക് ചെയ്ത കുറേ ഡയറക്ടേഴ്സ് ഉണ്ട്, അതിലൊരാളാണ് വിനയ് ഗോവിന്ദ്. എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി പുള്ളിയോട് വർക്ക് ചെയ്തപ്പോൾ. പുള്ളിയുടെ കയ്യിൽ വളരെ ഭദ്രമാണ് ഈ വിഷയം. കാരണം വിഷയം നമ്മളിപ്പോൾ ഒരു എന്നാ പറയുക, ഒരു ഭയങ്കര ആക്ഷൻ സിനിമ എടുത്തു ഇത് ചെയ്യുന്നത് പോലെ ഒന്നും അല്ല. ഇത്തരം സിനിമകൾ അതിന് വളരെ സങ്കീർണതയുണ്ട്, അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകളുണ്ട് അത് ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്. പക്ഷേ അത് വളരെ രസകരമായിട്ട് വളരെ കോർത്തിണക്കിക്കൊണ്ട് വിനയ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എൻ്റെ അങ്ങനെ ഫുൾ ലെങ്ത് റോളൊന്നുമല്ല. ഞാൻ സ്വാഭാവികമായിട്ട് എനിക്കൊന്ന് നീലയായിട്ട് രണ്ടാമത്തെ സിനിമയാണ് അച്ഛൻ വേഷം, നീലയുടെ അച്ഛനാകുന്നത്. അതിനുള്ള ഭാഗ്യം എനിക്ക് കിട്ടുന്നത്. ഇതിനു മുമ്പ് ചെയ്തോളം ജോയായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. പിന്നെ അതിലെ എൻ്റെ കഥാപാത്രവും വളരെ നല്ലതായിരുന്നു, നീലയുടെ കഥാപാത്രവും നല്ലതായിരുന്നു. ഇതിൽ അത്രയും ലെങ്ത് ഒന്നുമില്ല, എങ്കിലും രസമുണ്ട്. കാരണം ചില ഇടപെടലുകൾ കുഞ്ഞു ഞാനൊരു കർഷകനാണ്, ക്ഷീരമുണ്ട്, പിന്നെ വെജിറ്റബിൾ കൃഷിയുണ്ട്, ഇതെല്ലാം ഉണ്ട്. അങ്ങനത്തെ ഒരു കർഷകനാണ്. കർഷകൻ്റെ മകളാണ് നിഖില. അപ്പോൾ എൻ്റെ കുഞ്ഞു കുഞ്ഞു ഇടപെടലുകളുണ്ട്. ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ മോളെ കെട്ടിച്ചു വിട്ടാൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോവുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ടല്ലോ.
അവരുടെ കൂടെ നിൽക്കുക, ഒരു മോളേ ഉള്ളപ്പോൾ അവരുടെ കൂടെ നിൽക്കുക, അവർക്ക് ഒരു കുട്ടി ഉണ്ടാക്കി കാണണമെന്ന് ആഗ്രഹിക്കുക എന്നൊക്കെ പറയുന്ന സാധാരണ ഒരു അച്ഛൻ്റെ കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ വളരെ എൻജോയ് ചെയ്ത ഒരുപാട് ലെങ്തി അല്ലെങ്കിൽ പോലും ഞാൻ എൻജോയ് ചെയ്ത സിനിമയാണ്. എൻജോയ് ചെയ്തിട്ടുള്ള ഉണ്ണിയും നിഖിലായിട്ടുള്ള കോമ്പിനേഷൻ എൻജോയ് ചെയ്തു. സംവിധായകൻ നല്ലതായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ എല്ലാം കൊണ്ടും എനിക്ക് വളരെ ഒരു പ്രിയപ്പെട്ട സിനിമ തന്നെയാണ്. ഈ സാധാരണ സംസാരങ്ങളിൽ തന്നെ ഒരുപാട് ക്രിയേറ്റീവ് ആണ് ജോണി ആന്റണി. ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് മുമ്പ് സംസാരിച്ചിട്ടുണ്ട് ഒരു ഇന്റർവ്യൂ. ഇപ്പോൾ ജോണി ആന്റണിയുടെ വീട്ടിൽ ഒരു കള്ളം കയറുന്നു. അപ്പോൾ ജോണി ആന്റണി കള്ളം കയറിയതിന് ശേഷം ആളുകളോട് സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഇന്ന് വരെ ഇതെന്റെ വീടായിരുന്നു, ഇപ്പൊ കള്ളം കയറിയതിന് ശേഷം ഇത് കള്ളം കയറിയ വീടായി മാറി. അത് അങ്ങനെ പണ്ട് ജോണി ആന്റണിയുടെ വീടാകട്ടെ ഇത്, പിന്നെ ആൾക്കാരെ പോകുമ്പോൾ കള്ളം കയറിയ വീട്. അങ്ങനെ ഈ ആളുകള് ചോദിക്കുമല്ലോ, എപ്പോഴും ബാക്കിയുള്ളവർക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ. കുട്ടികളായില്ലേ, കല്യാണമായില്ലേ, ജോലിയായില്ലേ, സിനിമയായില്ലേ, ഇതിനൊക്കെ എപ്പോഴെങ്കിലും ക്രിയേറ്റീവായിട്ട് ഉത്തരം പറഞ്ഞ ഒരു ജോണി ആന്റണി ഉണ്ടോ? എനിക്ക് അങ്ങനെയുള്ളൊരു ചോദ്യത്തിന് പെട്ടെന്ന് എനിക്ക് ദേഷ്യം വന്നിട്ട് ഉത്തരം പറഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ഈ ഇലക്ഷൻ സമയത്ത് ഞങ്ങൾ കൊണ്ട് വേളാങ്കണ്ണിക്ക് പോവുക. അപ്പോൾ ഈ തമിഴ്നാട്ടിൽ ഈ ഇലക്ഷന് മുമ്പ് ഫണ്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് റെയ്ഡുണ്ട്. വണ്ടി സെർച്ച് ചെയ്യുമല്ലോ, ഇറക്കം പിടിക്കും, അപ്പം വന്നവന്മാർ. മൂന്നാമത്തെ പ്രാവശ്യം എന്നെ പെട്ടെന്ന് പിടിച്ചു ഉണർത്തി. അതിന് ചോദിക്കുന്നത് ദൊട്ടിരിക്കാന്നാണ് ചോദിക്കുന്നത്. എന്നോട് വന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം മാറ്റി ഒന്ന് ഉണർത്തിയിട്ട് ചോദിച്ചു, ദൊട്ടിരിക്ക? ഞാൻ ഇറുക്കേ ഇല്ലേ 700 രൂപ സ്ഥലമൊക്കെ. അതൊക്കെ ചിലപ്പോൾ സ്പോണ്ടിനിയസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ദേഷ്യം എല്ലാം കൊണ്ടും പെട്ടെന്ന് ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ. അങ്ങനെ ചോദ്യങ്ങൾക്ക് ഇപ്പം വിശേഷം എന്ന് ചോദിച്ചാൽ നമ്മൾക്കാരുടെ ദേഷ്യം തോന്നേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ചിലത് നമുക്കറിയാം, അതായത് ആൾക്കാർ ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ സിനിമ ഇല്ലാത്തൊരു സമയമായിരിക്കും, ഇന്ന് ഷൂട്ടിംഗ് ഇല്ലെന്ന് ചോദിക്കും. പണ്ട് സംവിധായകനൊക്കെ ആയിരിക്കുമ്പോഴേ ഇത് ആളുകൾ വിചാരിച്ചു രാവിലെ മുതൽ ഷൂട്ടിംഗ് ആണെന്നാണ്. സമയം 4 കൊല്ലം കൂടുമ്പോഴേക്കും ഒരു പടം നടക്കലായി. അങ്ങനത്തെ ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇപ്പൊ ഗൾഫിൽ നിന്ന് വരുന്ന ഒരാളോട് നാളെ എന്നാ തിരിച്ചു പോകുന്നു ചോദിക്കുന്ന പോലെ ആൾക്കാർക്ക് അറിയില്ലല്ലോ. ഇപ്പൊ ജനറലി ഒരു സിനിമാക്കാരെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചോദിക്കും, ഭക്ഷണം കഴിച്ചോ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നല്ലത് സിനിമയില്ലേ എന്ന് ചോദിക്കുന്ന ആളോ എന്നുള്ളതുകൊണ്ട് ചോദിക്കുന്നതായിരിക്കും. പക്ഷെ പണിയില്ലാത്തതിന്റെ വിഷമം നമുക്ക് ആദ്യമേ വീട്ടിൽ ചെന്ന് ചോദിക്കുന്നത് നിനക്ക് എങ്ങനെ സുഖമാണെന്ന് പോലെ ജയറാം പാർവതി കല്യാണം കഴിക്കുക. അങ്ങനെയൊക്കെയുള്ള കാലം. ഞാനൊരു 3 ദിവസം വീട്ടിൽ നിന്ന് അമ്മ ചോദിക്കും, ഇപ്പം മോളെ സിനിമയൊന്നും ഇല്ലേ മോളെ? എന്റെ അമ്മ ചോദിക്കും. അതായത് അമ്മ ഞാനൊരു 3 ദിവസമല്ലേ ആയുമ്പോ വീട്ടിൽ വന്നിട്ട് എന്ന് പറയാം. അതായത് നമ്മളിപ്പോ ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 40 ദിവസം ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ഒരു 3 ദിവസം പോയാലും അമ്മ ചോദിക്കും. അത് ഒരു 3 ദിവസം കഴിയുമ്പോൾ അമ്മയ്ക്ക് ടെൻഷനാണ്. ഒന്നും സിനിമയെ പറ്റി സംസാരിക്കുന്ന കേൾക്കുന്നില്ല, ആരും വിളിക്കുന്നില്ല, ഒന്നും ഒരു റെഗുലർ ഇൻകം വരുന്നുണ്ട്. അതിനൊരു തറ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അമ്മയ്ക്കുണ്ടാവുന്നല്ലേ. സിനിമ ആയില്ലേ ചോദ്യങ്ങൾ എപ്പോഴും ഉണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ വലുതായിട്ട് അങ്ങനെ ചോദ്യങ്ങളൊന്നും കേട്ടിട്ടില്ല. പക്ഷെ എൻ്റെ അടുത്ത് അമ്മിണിപ്പിള്ള കഴിഞ്ഞിട്ട് ബ്രേക്ക് എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ആൾക്കാർ. അപ്പൊ ആക്ച്വലി സ്പീക്ക് കഴിഞ്ഞ് കൊറോണ വന്നു എന്നുള്ളതാണ്. ഞാനായിട്ട് ബ്രേക്ക് എടുത്തതൊന്നുമല്ല. അങ്ങനെ അല്ലാതെ എന്നോട് അങ്ങനെ ചോദിക്കാറില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ ചോദിക്കാൻ ധൈര്യപ്പെടുന്ന അമ്മ മാത്രമായിരിക്കും. അല്ലല്ല, എന്റെ നാട്ടിലൊരു ചേട്ടനൊക്കെ ഉണ്ട്. മൂപ്പര് എന്നെ ഞാൻ ആ മൂപ്പരുള്ള വഴിയെ പോവാണ്ട് വേറെ വഴിയൊക്കെ പോകും. പക്ഷെ മൂപ്പര് ശരിക്കും സത്യമായിട്ടും കുറച്ച് മുന്നേ മൂപ്പർക്ക് അവിടെ ഒരു കട ഉണ്ടായിരുന്നു. മൂപ്പരെന്നെ കാണുമ്പോ വിശേഷം ചോദിക്കും, വേറെ ചോദിക്കാൻ മുമ്പ് കാര്യമില്ല സിനിമയില്ലേ നോക്കി. ഇപ്പൊ എനിക്കാണ് അത് കേൾക്കുമ്പോൾ മറ്റേ 45 ദിവസം കഴിഞ്ഞ് ഷൂട്ടായി ഒരു ദിവസമൊക്കെ വീട്ടിൽ നിൽക്കാൻ പോയാലായിരിക്കുമ്പോൾ പുള്ളി സിനിമയില്ലേ നോക്കിയപ്പോൾ ഒരു വിഷമമല്ലോ. അപ്പൊ ഞാൻ മൂപ്പര് കാണാതിരിക്കാൻ വേണ്ടി എന്റെ വീട്ടിലേക്ക് 2 വഴി പോകും. മറ്റേ വഴി പോകുമ്പോൾ മൂപ്പര് അവിടെ നിന്ന് ഓടി വന്ന് ഇപ്പുറത്തോ അത് ചോദിക്കുമ്പോൾ മൂപ്പർ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്.